ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ ഇന്ന് നിർണായകമാണ്. പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പുകൂടി പരിഗണിച്ചാകും ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനമുണ്ടാവുക. തർക്കത്തിലുള്ള 6 പള്ളികളുടെ ഉടമസ്ഥാവകാശത്തിൽ സുപ്രീംകോടതി വിധി മുൻനിർത്തിക്കൊണ്ട് അന്തിമ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി സർക്കാരിനുള്ള നിർദ്ദേശിക്കും. സജോ ദേവസ്യ വാർത്തയുടെ വിവരങ്ങൾ നൽകും. സജോ, ഒരു നൂറ്റാണ്ടോളമായി തുടരുന്ന തർക്കത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ഒരു ഹൈക്കോടതിയുടെ വിധി. അതുതന്നെയാണ് ഈ ഒരു വിധിയെ പ്രസക്തമാക്കുന്നതും, അല്ലേ സജോ? ഷിഹാസ്, ശ്രുതി, അതായത് മലങ്കര സഭയിലെ പള്ളിത്തർക്കത്തിൽ സുപ്രീം കോടതി നേരത്തെ തന്നെ തീർപ്പ് കൽപ്പിച്ചതാണ്. 1934 മലങ്കര സഭ ഭരണഘടന പ്രകാരം പള്ളികൾ ഭരിക്കപ്പെടണം എന്നതായിരുന്നു സുപ്രീം കോടതി വിധി. ആ വിധി യാക്കോബായ സഭയ്ക്ക് എതിരാണ്, ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലവുമാണ് എന്ന് കാണാം. പക്ഷേ ആ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഓരോരോ പള്ളികൾ, അന്ന് ആ വിധിയിൽ പരാമർശിച്ചടക്കമുള്ള നേരിട്ട് വിധി നടപ്പായ പള്ളികളുണ്ട്. അതല്ലാത്ത പള്ളികളുടെ കാര്യത്തിൽ ഓരോന്നിൻ്റേതും പ്രത്യേകം ഹർജികൾ നൽകി എക്സിക്യൂഷൻ ഉത്തരവ് വാങ്ങിക്കുകയാണ് സാധാരണ ഓർത്തഡോക്സ് വിഭാഗം ചെയ്തു പോരുന്നത്. എന്നാൽ ഈ സുപ്രീം കോടതി വിധിയിൽ തന്നെ നേരത്തെ ഒരു ഭാഗമുണ്ട്, അതായത് മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കാം സർക്കാരിന് എന്നതാണ്. അതിന് നേരത്തെ പല മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ പുതിയ സർക്കാർ വന്നു. പുതിയ സർക്കാർ ഈ പള്ളിത്തർക്ക കേസുകൾ വന്നപ്പോൾ സർക്കാർ എടുത്തൊരു നിലപാട്, മുഖ്യമന്ത്രി തന്നെ നേരിട്ട്, അതായത് സർക്കാർ മധ്യസ്ഥതയ്ക്ക് ശ്രമം നടത്തും, ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തി ഈ കാര്യത്തിൽ ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമം നടത്തും എന്നൊരു സത്യവാങ്മൂലം തന്നെ ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഒരുപക്ഷെ ഹൈക്കോടതിക്ക് ഈ സത്യവാങ്മൂലം പരിഗണിച്ചുകൊണ്ട് സർക്കാരിന് സുപ്രീം കോടതി, അതായത് നേരത്തെയുള്ള സുപ്രീം കോടതി വിധി പ്രകാരം അതിൻ്റെ വിധി മാനദണ്ഡമാക്കിക്കൊണ്ട് മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കാം എന്നൊരു ഉത്തരവ് നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ പള്ളിത്തർക്ക കേസിൽ അതൊരു വഴിത്തിരിവായി മാറും എന്ന് കാണേണ്ടി വരും. അങ്ങനെ ഒരു മധ്യസ്ഥതയ്ക്ക് എന്തായാലും സന്നദ്ധമാണെന്ന് നേരത്തെ യാക്കോബായ സഭ വ്യക്തമാക്കിയതാണ്. ഓർത്തഡോക്സ് സഭ പക്ഷേ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അനുകൂലമായ നടപടികൾ വേണം എന്ന ആവശ്യമാണ് ഇതുവരെ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ യാക്കോബായ സഭയുടെ തലവനടക്കം മധ്യസ്ഥ ശ്രമങ്ങൾക്ക് സന്നദ്ധമാണെന്ന നിലപാടടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വരികയാണെങ്കിൽ അത് ഇതുവരെ, അതായത് ഷിഹാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിത്തർക്കം പല കാലങ്ങളിലായി 1 നൂറ്റാണ്ടോളം പിന്നിട്ടിട്ടുണ്ട് ഇതിനകം എന്ന് കാണാം. അങ്ങനെ ചരിത്രത്തിലെ പല സന്ദർഭങ്ങളിലും ഇത്തരം തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ പള്ളിത്തർക്കം എത്തി നിൽക്കുന്ന നിർണായക ചരിത്രസന്ധി സുപ്രീം കോടതി ഉത്തരവാണ്. അതിനുശേഷം പല കോടതി ഉത്തരവുകൾ കീഴ്ക്കോടതികളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടൊരു മധ്യസ്ഥ ശ്രമം എന്ന സർക്കാർ നിർദ്ദേശം ഹൈക്കോടതി അംഗീകരിച്ചാൽ അത് ഈ കേസിന്മേൽ ഒരു വഴിത്തിരിവാകും. പക്ഷേ അപ്പോഴും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഓർത്തഡോക്സ് സഭ അടക്കമുള്ളവർ വഴങ്ങുകയും വേണം. അതിപ്പോൾ 6 പള്ളികളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ അവശേഷിക്കുന്ന മറ്റെല്ലാ പള്ളികളുടെ കാര്യത്തിലും അതൊരു സുപ്രധാന വഴിത്തിരിവാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈക്കോടതി വിധി എന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാകാൻ പോകുന്ന ഒന്നായിത്തീരുന്നത്. അപ്പോൾ എന്തായിരിക്കും കോടതി തീരുമാനിക്കുക എന്നത് ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശരി സജി.